ദൈവതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മുടെ ചിന്തയ്ക്കായിട്ട് യോഹന്നാൻ്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം നമുക്ക് വീണ്ടും ധ്യാനത്തിനായിട്ട് വായിക്കാം. ജോൺസ് ഗോസ്പൽ ചാപ്റ്റർ 1 and verse 14. സ്തോത്രം. നമ്മുടെ വാഴ്ത്തപ്പെട്ടവനാകുന്ന കർത്താവിനെ കുറിച്ചാണ് ഈ തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നത്. യോഹന്നാൻ ആ പറയുന്ന വാക്കുകളുടെ പ്രാധാന്യം നമുക്ക് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ വചനം എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് യേശു കർത്താവിനെ കുറിച്ചാണ് എന്നുള്ളത് നാം ഗ്രഹിക്കണം. അത് നമുക്കറിയാം. വചനമെന്ന് വിശേഷിപ്പിച്ചിരിക്കുന്ന യേശു കർത്താവിൻ്റെ ആ മഹിമയെക്കുറിച്ച് മുകളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നു: ആദിയിൽ, ഇൻ ദ ബിഗിനിങ്, നിത്യനാണ് ആ വചനം എന്ന് യോഹന്നാൻ പറയുന്നു. 2, പിതാവാകുന്ന ദൈവത്തിൽ നിന്നും വ്യത്യസ്തമാകുന്ന ആളത്വമാണ് ഈ വചനം എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് കാണുവാനിടയായി തീർന്നു. ഒന്നുകൂടെ ക്ലിയർ സ്റ്റേറ്റ്മെൻറ്റ് വീണ്ടും പറയുന്നു: നിത്യനായി ഉള്ള, പിതാവിൽ നിന്നും വ്യത്യസ്തനായി, അല്ലെങ്കിൽ പിതാവിൽ നിന്നും പിതാവിൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു എന്ന് പറയുവാൻ കഴിയുന്ന എ ഡിഫറെൻ്റ് പേഴ്സൺ എന്ന് പറയുന്ന, വിളിക്കുന്ന ആ വചനം ദൈവമായിരുന്നു എന്ന് യോഹന്നാൻ പറയുന്നു. അങ്ങനെയുള്ളതാകുന്ന ആ വിശേഷണങ്ങൾക്ക് ശേഷമാണ് ആ വചനം. അപ്പോൾ എൻ്റെ ഒപ്പം വരണം: ആദിയിൽ ഉണ്ടായിരുന്ന, ദൈവത്തോട് കൂടെയായിരുന്ന, ദൈവമായിരുന്ന, അല്ലെ ദൈവം ആകുന്ന ആ വചനം ഇപ്പം എന്തായി തീർന്നു? ജഡമായി തീർന്നു. അപ്പോൾ ഈ ഭൂമിയിൽ ഭൂജാതനായ യേശു ക്രിസ്തു ആരാണ് എന്ന് യാതൊരു അർത്ഥശങ്കയ്ക്കും ഇടയില്ലാതെ യോഹന്നാൻ വ്യക്തമാക്കി. എന്തിനു വേണ്ടിയാ വചനം ജഡമായി തീർന്നത് എന്നുള്ളത് വേദപുസ്തകം വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. ആ വിഷയത്തിലേക്ക് പോകാൻ നമുക്ക് സമയമില്ലെങ്കിലും 1-2 കാര്യങ്ങൾ പെട്ടെന്ന് അങ്ങ് പറഞ്ഞങ്ങ് പോകാം. എന്തുകൊണ്ടാണ് വചനം ജഡമായി തീർന്നത്? അതിൻ്റെ ഉത്തരം 1-2 വാക്യങ്ങളിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. പ്രത്യേകിച്ച് റോമാലേഖനം 8-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. നോക്കുക, ജഡത്താലുള്ള ബലഹീനത നിമിത്തം, നോക്കുക, ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിന് എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണത്താൽ ഒരു ജഡവും ദൈവസന്നിധാനത്തിൽ നീതീകരിക്കപ്പെടത്തില്ല. ന്യായപ്രമാണത്താൽ ഒരു ജഡവും. അതുകൊണ്ടാണ് റോമാലേഖനം 3-ാമത്തെ അധ്യായത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നത്: നന്മ ചെയ്യുന്നവൻ
ഒരുത്തൻ പോലും ഇല്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? നമ്മൾ പറയും എത്രയോ പേര് നന്മ ചെയ്യുന്നവരുണ്ടല്ലേ. എന്നാ ദൈവത്തിൻ്റെ വചനം എന്നാ പറയുന്നേ? നന്മ ചെയ്യുന്നവൻ. അതിൻ്റെ അർത്ഥം എന്താ? നമ്മൾ നന്മ ചെയ്യുന്നില്ലേ? നമ്മൾ നന്മ ചെയ്യുന്നുണ്ട്. പിന്നെ വചനം എന്താ? നന്മ ചെയ്യുന്നവൻ ഒരുത്തം പോലും ഇല്ലെന്ന് പറയുന്നത്. അതിന് കാരണമുണ്ട്. റോമാലേഖനം 3-ാം അധ്യായം നമ്മൾ വായിച്ചാൽ, നമ്മളിപ്പോൾ വായിക്കണ്ട, ഒരു കാര്യം അവിടെ വ്യക്തമാക്കുന്നുണ്ട്. മനുഷ്യൻ്റെ അവയവങ്ങളെക്കുറിച്ച് അവിടെ പറയുന്നു. അവരുടെ കണ്ണ് എങ്ങനെ ആയിരിക്കുന്നു, അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴിയായിരിക്കുന്നു, അധരം കൊണ്ട് അവരെന്ത് ചെയ്യുന്നു, എന്ന് വേണ്ട, മനുഷ്യൻ ആസകലം അവൻ എന്തായിരിക്കുക? പാപത്തിൽ മുങ്ങിയിരിക്കുക. അതിനെ തുടർന്ന് അല്ലെങ്കിൽ അതിനോട് ബന്ധപ്പെടുത്തിയാ പറയുന്നത് എന്ത്? നന്മ ചെയ്യുന്നവൻ ആരുമില്ല എന്ന് വെച്ചാൽ ലോകത്തിൽ ഏറ്റവും വലിയ നന്മ പ്രവൃത്തി ചെയ്യുന്നവരും ഒരുപക്ഷെ മനുഷ്യർക്കാർക്കും കാണാൻ കഴിയത്തില്ലെങ്കിലും അതിൻ്റെ എല്ലാം പുറകിൽ പാപത്തിൻ്റെ സ്പർശമുണ്ട്. ഒരുപക്ഷെ അവൻ്റെ ചിന്ത, എനിക്ക് ഇതൊക്കെ ചെയ്യുന്നത് കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുമെന്നാകാം. അതുകൊണ്ടാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത് നന്മ ചെയ്യുന്നവൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ മനുഷ്യന് ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡിലുള്ള നന്മ, യാതൊരു സ്വാർത്ഥ ചിന്തയും ഒരു സ്വാർത്ഥ ചിന്തയുടെ ലാഞ്ചന പോലുമില്ലാതെ ഒരു നന്മ ചെയ്യാൻ മനുഷ്യന് ഇമ്പോസിബിൾ ആണെന്നാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത്. ഇനിയും അതിനോടുള്ള ബന്ധത്തിൽ ഒരു കാര്യം കൂടെ ഞാനൊന്ന് പറയാം. യേശു കർത്താവിൻ്റെ അടുക്കലേക്ക് ഒരുവൻ വന്നേച്ച്, എൻ്റെ ഒപ്പം വരണേ, ഒരു സംശയം നീങ്ങി കിട്ടുകയും ചെയ്യും. യേശു കർത്താവിൻ്റെ അടുക്കലേക്ക് ഒരുവൻ വന്നേച്ച് കർത്താവിനോട് ചോദിച്ചു, നല്ല ഗുരു, നിത്യജീവൻ പ്രാപിപ്പാൻ യേശു പറഞ്ഞ മറുപടി ഓർക്കുന്നുണ്ടോ? എന്താ മറുപടി? എന്നാ മറുപടി? നീ എന്നെ നല്ലവനെന്ന് വിളിക്കുന്നതെന്ത്? മനുഷ്യനാകുന്ന ക്രിസ്തുവിൻ്റെ അടുക്കലേക്ക് ഒരു ന്യായശാസ്ത്രി വന്നേച്ച് അവൻ ചോദിക്കുക, നല്ല ഗുരു. ഉടനെ കർത്താവിൻ്റെ മറുപടി, എന്തിനാ എന്നെ നല്ലവനെന്ന് വിളിക്കുന്നത്? അടുത്ത വാക്ക് ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? ദൈവം ഒരുവനല്ലാതെ. ഈ വാക്ക് കേട്ടേച്ച് അനേകരും പറയും, യേശു പറഞ്ഞല്ലോ. അതിൻ്റെ അർത്ഥം മനസ്സിലാക്കണം. ന്യായപ്രമാണത്തിൻ്റെ പ്രവർത്തനം കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാം എന്ന് അറിയുന്ന അല്ലെങ്കിൽ അങ്ങനെ കരുതിയ ഒരുത്തൻ വന്ന് ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ മറുപടിയായത് നല്ല ഗുരു. യേശുവിൻ്റെ മറുപടി, എന്തിനാ എന്നെ നല്ലവനെന്ന് വിളിക്കുന്നത്? ഒറ്റ ഒരാളെ ഉള്ളൂ നല്ലവൻ, അതാരാ? ദൈവം മാത്രം. എന്ന് പറഞ്ഞാൽ നന്മ അതിൻ്റെ സമ്പൂർണമാകുന്ന അർത്ഥത്തിൽ ചെയ്യാൻ കഴിവുള്ള ഒറ്റയാളെ ഉള്ളൂ, അതാരാ? ഇപ്പൊ മനസ്സിലായോ? നന്മ ചെയ്യുന്നവൻ ആരുമില്ല, ഒരുത്തം പോലുമില്ല. അതിൻ്റെ കാരണം എന്താ? അതിൻ്റെ കാരണമാണ് റോമാലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത്. ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പിക്കാൻ.
പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് വചനം പ്രസംഗിക്കുക. ഇപ്പോഴും എനിക്ക് സമ്പൂർണ്ണ ബോധ്യമുണ്ട്, എൻ്റെ ഇൻറ്റൻഷൻ ക്ലിയറാണ്. എന്നാ എൻ്റെ ചിന്ത, ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? അങ്ങനെയാ ഞാൻ ചിന്തിക്കുന്നത്. പക്ഷെങ്കിൽ ദൈവത്തിൻ്റെ ആ സ്റ്റാൻഡേർഡ് വെച്ച് അളന്നു നോക്കുമ്പം ഇപ്പം ഞാൻ നല്ല ബോധ്യത്തോടെ ആ പറയുന്നതെന്ന് എനിക്ക് നല്ല ചിന്തയുണ്ടെങ്കിലും ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഐ ഫോൾ ഷോർട്ട് ഓഫ് ദാറ്റ്. എനിക്ക് സാധ്യമല്ല, നിങ്ങൾക്കും സാധ്യമല്ല, ആർക്കും സാധ്യമല്ല. കാരണം ദൈവത്തിൻ്റെ പ്രമാണം അത്ര ഉന്നതമാണ്. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്തു? ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പാൻ ദൈവം എന്ത് ചെയ്തു? തൻ്റെ പുത്രനെ പാപജഡത്തിൻ്റെ സാദൃശ്യത്തിലും പാപം നിമിത്തവും അയച്ചു. പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. Why the word has become flesh? എന്തിന് വചനം ജഡമായി തീർന്നു? മനുഷ്യൻ എത്ര ശ്രമിച്ചാലും എത്ര പരിശ്രമിച്ചാലും ദൈവത്തിൻ്റെ നീതി മീറ്റ് ചെയ്യുവാൻ കഴിയുകയില്ല എന്നുറപ്പായപ്പോൾ, അല്ലെങ്കിൽ അങ്ങനെ ഉറപ്പാണെന്ന് മനുഷ്യൻ ന്യായപ്രമാണത്തിൻ്റെ കൽപ്പനകളൊക്കെ പ്രമാണിപ്പിച്ച് നോക്കിയിട്ടും he fell short of that. അപ്പൊ ദൈവം എന്ത് ചെയ്തു? തൻ്റെ പുത്രനെ എന്ന് പറഞ്ഞാൽ വചനം ജഡമായി തീരാതെ ഒരുത്തം പോലും നിത്യതയിൽ പോവുകയില്ലെന്ന് ദൈവത്തിന് നിത്യത മുതലേ അറിയായിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? യേശുവിൻ്റെ ജഡത്തിലുള്ള വെളിപ്പാടും കാൽവറി മരണവും സംഭവിക്കാതെ ഒരു മനുഷ്യനും നിത്യതയിലെത്തുകയില്ല. അപ്പോൾ why the word has become flesh? വചനം ജഡമായി തീർന്നത് കാൽവറിയുടെ വെളിച്ചത്തില. പുത്രനെ ഇങ്ങോട്ട് അയച്ചത് പാപത്തിൽ നിന്നും മനുഷ്യനെ വീണ്ടെടുക്കുവാൻ വേണ്ടിയിട്ടാണ്. ഇത് നമ്മുടെ ഉള്ളിലോട്ടങ്ങ് കയറണം, അല്ലെങ്കിൽ അത് വലിയ പ്രശ്നമാണ്. ഇത് ഉള്ളിൽ കയറിയില്ലെങ്കിൽ എന്തിനാ? ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ വീണ്ടും പറയുക, ആവർത്തന വിരസത തോന്നിയാലും ഇല്ലേലും എനിക്ക് പ്രശ്നമില്ല. ഉഴവ് ചാലുകൾ പോലെ കീറി കണ്ടാലും ആളറിയത്തില്ല. എന്തിനാ? മകനെ, മകളെ, നിന്നെ മാനിക്കാൻ, നിന്നെ ഉയർത്താൻ. എൻ്റെ പൊന്നെ, എന്തോ ഒരു കടുങ്കൈയായി പോയി അത്. നമുക്കിവിടെ വസ്തുവകയും നമുക്കിവിടെ വലിയ കാര്യങ്ങളുമൊക്കെ തരാൻ വേണ്ടിയിട്ട് സ്വർഗത്തിലെ ദൈവം തൻ്റെ പുത്രനെ ഇങ്ങോട്ട് അയച്ചു. അവനെ അടിച്ചു തകർത്തു. അയ്യോ, എന്തോ ഒരു കടുങ്കൈ ആയിപ്പോയി. അത് ശരിയാണെങ്കിൽ എന്നെ നരകത്തിലിട്ടാലും വേണ്ടിയല്ല, ഞാൻ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ചോദിക്കും, പിതാവേ എന്നെ നരകത്തിലോട്ട് പറഞ്ഞു വിട്ടു, അത് കടുങ്കൈ ആയിപ്പോയി. പക്ഷെ അങ്ങനെ അല്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് പറയുന്നത്. അങ്ങനെ അല്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. വായ് പ്രിയപ്പെട്ടവരെ, അതിന് പുത്രനെ തരേണ്ട കാൽവറിയ. വചനം ജഡമായി തീർന്നത് എന്തിനാ? അതുകൊണ്ടാണ് മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി.
എന്നിട്ട് ഒരു വാക്ക് ഇംഗ്ലീഷിലുണ്ട്, അത് മലയാളത്തില്ല. ഇൻ ഓർഡർ ദാറ്റ്. എന്തിനാ ജഡരക്തങ്ങളോട് കൂടിയവനായത്? മരണത്തിന്റെ അധികാരിയാകുന്ന പിശാചിനെ തൻ്റെ എന്ന് പറഞ്ഞാൽ വചനം ജഡമായി തീർന്നു. ഒരുത്തരമേ ഉള്ളൂ, മരിപ്പാൻ. ഇൻ ഓർഡർ. ഇത് ആക്സിഡന്റ് ആയിട്ട് സംഭവിച്ചൊന്നുമല്ല. വേദപുസ്തകം വളരെ ക്ലിയറാ. നമ്മൾ ഇന്ന് വായിച്ച ആ വേദഭാഗം ഇങ്ങനെയാണ്: എന്നാൽ അവനെ തകർത്ത് കളവാൻ. ദൈവത്തിന്റെ പ്ലാനിലും പദ്ധതിയിലും പെട്ട കാര്യമായത്. അല്ലാതെ ആക്സിഡന്റ് സംഭവിച്ചതല്ല. ക്രൂശായിരുന്നു ലക്ഷ്യം. എന്തുകൊണ്ടാ വചനം ജഡമായി തീർന്നത്? വചനം ജഡമായി തീർന്നത് ക്രൂശിൽ മരിക്കാനാ, വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല. പിന്നെ അതിനോട് ബന്ധപ്പെട്ട പല കാര്യങ്ങളുണ്ട്. ആ വിഷയം അവിടെ നിൽക്കട്ടെ. അപ്പോൾ വചനം ജഡമായി തീർന്നു എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ഇനിയും ഒന്ന് രണ്ട് കാര്യങ്ങൾ അതിനോടുള്ള ബന്ധത്തിൽ നമ്മളൊന്ന് ചിന്തിക്കേണ്ടതായിട്ട് ആവശ്യമുണ്ട്. ഈ ജഡമായി തീർന്ന വചനം നമ്മൾ നേരത്തെ കണ്ടു. വചനം ദൈവത്തോട് കൂടെയായിരുന്നു. വചനം ദൈവമായിരുന്നു. വചനം ദൈവമായിരുന്നു എന്ന് പറയുമ്പോൾ വചനം ജഡമായി തീർന്നപ്പോൾ ദൈവത്തിൻ്റെ ഗുണങ്ങൾ എന്തേലും അവിടെ വിട്ടിട്ടല്ല വചനം ജഡമായി തീർന്നത്. ഞാൻ അല്പം ഒന്ന് വിശദീകരിക്കാം. ഇത് എനിക്കറിയാം, കട്ടിയുള്ള ആഹാരമാണ്. കിൻഡർ ഗാർട്ടൻ ഫുഡല്ല, കട്ടിയുള്ള ആഹാരം. പക്ഷെ അത്ര കട്ടിയുള്ളതൊന്നുമല്ല, ഇത് ബേസിക്കാ, ആദിപാഠങ്ങളാ സത്യത്തിൽ. പക്ഷെ അത് നമ്മൾ മനസ്സിലാക്കണം. ഈ വചനം ജഡമായി തീർന്നെന്ന് പറയുമ്പോൾ ദൈവം അതുവരെ തനിക്കില്ലാതിരുന്ന ഒരു നേച്ചർ തന്നിലേക്ക് എടുക്കുകയാണ്. മനസ്സിലാക്കണം, ദൈവം അതുവരെ അവിടുത്തേക്കില്ലാതിരുന്ന ഒരു നേച്ചർ. എന്താണ് ആ നേച്ചർ? ഹ്യൂമൻ നേച്ചർ, മനുഷ്യ സ്വഭാവം, മനുഷ്യന്റെ നേച്ചർ ദൈവം തന്നിലേക്ക് എടുക്കുകയാണ്. നാം അത് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് യേശു അത്ഭുത പ്രവൃത്തി ചെയ്തപ്പം അവരിങ്ങനെ അമ്പരന്നു. മനുഷ്യർക്ക് ഈ അധികാരം കൊടുത്ത ദൈവത്തെ അവരെന്ത് ചെയ്തു? മഹത്വപ്പെടുത്തി. മനുഷ്യർക്ക് എന്ന് പറഞ്ഞാൽ he took upon himself human nature അവിടുന്ന് ഏറ്റെടുത്തു. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കണം, and it without sin, പാപം കൂടാതെ, പാപമില്ല, വിത്തൗട്ട് സിൻ. മനുഷ്യന്റെ നേച്ചർ അവിടുന്ന് എടുത്തു. രണ്ട് നേച്ചർ, ഡിവൈൻ നേച്ചർ ആൻഡ് ഹ്യൂമൻ നേച്ചർ. ദൈവ സ്വരൂപവും അല്ലെ ദൈവിക സ്വഭാവവും മനുഷ്യന്റെ സ്വഭാവവും. ഇനി ഒന്നുകൂടെ ഞാൻ പറയാം, ഇതൊരു സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി അല്ല. സ്പ്ലിറ്റ് അങ്ങനെ ഒരു കാര്യമുണ്ടല്ലോ, സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി, ഡ്യുവൽ പേഴ്സണാലിറ്റി എന്നൊക്കെ പറയും. അല്ല, അങ്ങനെയല്ല. മനുഷ്യന്റെ സ്വഭാവവും ദൈവത്വവും വിത്ത് ഒരു സിംഗിൾ പേഴ്സണായിട്ട്, ഒരു ആളത്വമായിട്ട് ഈ ഭൂമിയിലേക്ക് വന്നു. മനുഷ്യന്റെ ലിമിറ്റേഷൻസിലേക്ക് മനുഷ്യത്വം ഏറ്റെടുത്തപ്പോൾ ദൈവം ഈ ഭൂമിയിലേക്ക് വന്നു. നോക്കണം, അതാ വചനം ജഡമായി തീർന്നു. പിന്നെ എവിടാ ആ ജഡമായി തീർന്ന വചനം പാർത്തത്? നമ്മുടെ ഇടയിൽ. നോക്കണം,
എൻ്റെയും നിങ്ങളുടെയും നേച്ചർ എടുത്തിട്ട് എൻ്റെയും നിങ്ങളുടെയും ഇടയിൽ അവിടുന്ന് പാർക്കുകയാണ്. അവിടുന്ന് പാർത്തപ്പോൾ അവിടുത്തെ ശിഷ്യന്മാരുടെ ഒപ്പം നിന്നാൽ ഒരു പ്രത്യേക, നമ്മൾ ഈ പടത്തിലൊക്കെ കാണുന്നത് പോലെ തലയുടെ ചുറ്റും ഒരു വളയമൊന്നും ഇല്ലായിരുന്നു. എന്തുകൊണ്ടാണ് ഞാനത് പറയാൻ കാര്യം? അത് പറയാൻ കാര്യം, ഈ മുക്കുവന്മാരാകുന്ന കുറേ പേര് മുക്കുവന്മാരുണ്ടല്ലോ, പിന്നെ ലേവി, മത്തായി, ചുങ്കക്കാരൻ മത്തായി ഒക്കെ ഉണ്ട്. ഇവരെല്ലാം കൂടെ ഒരുമിച്ച് നിന്നാൽ, യേശു ഇവരുടെ കൂടെ നിന്നാൽ യേശുവിനെ എന്തറിയത്തില്ലായിരുന്നു? തിരിച്ചറിയത്തില്ലായിരുന്നു. എല്ലാത്തിനെയും കണ്ടാൽ ഒരുപോലെ ഇരിക്കും. അപ്പം എന്തുകൊണ്ടാണ് ഞാനങ്ങനെ പറയുന്നത്? അതിൻ്റെ കാരണം എന്നാണെന്നറിയാം? യേശുവിനെ അറസ്റ്റ് ചെയ്യാൻ വന്നപ്പം അവനെ ഒരുത്തൻ കാണിച്ചു കൊടുക്കേണ്ട ആവശ്യകതയുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ യേശു നമ്മളിൽ നിന്നൊക്കെ വ്യത്യസ്തനായിട്ട് ഈ പടത്തിലെ കാണുന്നത് പോലെ തലയുടെ ചുറ്റും ഒരു വളയവും ഒക്കെ ആയിട്ട് നിൽക്കുകയാണ്. പിന്നെ അതിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല. അപ്പോൾ നമ്മുടെ ഇടയിൽ പാർത്തു. ഓ, എന്തോ അത്ഭുതമായില്ലേ! എന്നോ അത്ഭുതമാണ്. ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ലെന്നും സകലവും അവൻ മുഖാന്തരവും അവനായിട്ടും അങ്ങനെ സകലത്തെയും ഉളവാക്കിയ സർവജ്ഞാനിയും എല്ലായിടത്തും അവിടുത്തെ സാന്നിധ്യമുള്ളവനും സകലത്തെയും അവിടുത്തെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനുമായവൻ ഇപ്പൊ എവിടെ വന്നു? ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ നിന്നാൽ തിരിച്ചറിയാൻ കഴിയാത്തതുപോലെ അവിടുന്ന് നമ്മോട് ഐഡന്റിഫൈ ചെയ്തു. മനുഷ്യരോട് ഐഡന്റിഫൈ ചെയ്തു. അതാണ് വചനം ജഡമായി തീർന്നു, നമ്മുടെ ഇടയിൽ പാർത്തു. നമ്മുടെ ഇടയിൽ പാർത്തു. അങ്ങനെ പാർക്കുന്ന അവസ്ഥയിൽ മനുഷ്യനെന്ന നിലയിൽ ഉള്ള ആ ലിമിറ്റേഷൻസിലേക്ക്, ആ മനുഷ്യന്റെ ലിമിറ്റേഷൻസ് തന്നിലേക്ക് അവിടുന്ന് എടുത്തു. മനുഷ്യന്റെ പരിമിതികൾ തന്നിലേക്ക് എടുത്തിട്ട് ആ സന്ദർഭങ്ങളിൽ കർത്താവ് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഒരു വലിയ പുരുഷാരം പോകുക, ഉടനെ കർത്താവ് ചോദിക്കുക, എന്നെ തൊട്ടത് ആരാണ്? അപ്പൊ ന്യായമാകുന്ന ഒരു ചോദ്യം. ദൈവമാണെങ്കിൽ പിന്നെ സർവജ്ഞാനിയാകുന്ന ദൈവത്തിന് ആരാ തൊട്ടതെന്ന് അറിയില്ലേ? മാത്രമല്ല, കർത്താവെ അവിടുത്തെ വരവ് എന്നാണെന്ന് ചോദിച്ചപ്പം കർത്താവ് പറഞ്ഞ മറുപടി എന്താ? സ്വർഗത്തിലെ ദൂതന്മാർക്ക് പോലും അറിയത്തില്ല. അപ്പൊ അങ്ങനെയെങ്കിൽ വചനം ജഡമായി തീർന്നപ്പോൾ അറിയില്ല എന്നൊക്കെ പറഞ്ഞത് എങ്ങനെയാ നമുക്ക് വിശദീകരിക്കാൻ കഴിയുന്നത്? അതൊന്ന് പറഞ്ഞേച്ച് പെട്ടെന്ന് ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുവാനാ ഞാൻ താല്പര്യപ്പെടുന്നത്. നാം ഒരു കാര്യം മനസ്സിലാക്കണം. ഞാൻ നേരത്തെ പറഞ്ഞു, വചനം ജഡമായി തീർന്നപ്പം, നമ്മുടെ ഇടയിൽ പാർത്തപ്പം, ശിഷ്യന്മാരുടെ ഒപ്പം നിന്നപ്പം തിരിച്ചറിയാൻ കഴിയത്തില്ലായിരുന്നു. തന്നിലേക്ക് ആ ലിമിറ്റേഷൻസ് എല്ലാം കർത്താവ് എടുത്തു. ശിഷ്യന്മാരോട് ഐഡന്റിഫൈ ചെയ്തു, അല്ലെ നമ്മളോട് ഐഡന്റിഫൈ ചെയ്തു. എന്നിട്ട് നമ്മുടെ വാഴ്ത്തപ്പെട്ടവനാകുന്ന കർത്താവ് ഈ ഭൂമിയിൽ ജീവിച്ച, അല്ലെങ്കിൽ ആ കാൽവറി ക്രൂശ് വരെയും കർത്താവ് ജീവിച്ചത് എങ്ങനെയാണെന്ന് യോഹന്നാന്റെ സുവിശേഷത്തിൽ തന്നെ നമ്മൾ വായിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് യോഹന്നാൻ 5:19 യേശു ഇങ്ങനെ പറയുന്നു, ആമേൻ ആമേൻ
ഞാൻ നിങ്ങളോട് പറയുന്നു, പിതാവ് ചെയ്ത് കാണുന്നതല്ലാതെ പുത്രന് സ്വതേ ഒന്നും ചെയ്യുവാൻ കഴിയുന്നതല്ല. അടുത്ത വാക്യം, എനിക്ക് സ്വതേ ഒന്നും ചെയ്യുവാൻ കഴിയുന്നതല്ല, ഞാൻ കേൾക്കുന്നത് പോലെ ന്യായം വിധിക്കുന്നു. ഞാൻ എൻ്റെ ഇഷ്ടം അല്ല, എന്നെ അയച്ചവൻ്റെ ഇഷ്ടമത്രേ ചെയ്യുവാൻ ഇച്ഛിക്കുന്നത്. അതിൻ്റെ 6:38, ഞാൻ എൻ്റെ ഇഷ്ടമല്ല, എന്നെ അയച്ചവൻ്റെ ഇഷ്ടമത്രേ ചെയ്യുവാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നത്. അനേക വേദഭാഗങ്ങളുണ്ട്. എന്ന് പറഞ്ഞാൽ യേശു കർത്താവ് ഈ ഭൂമിയിൽ ജനിച്ചത് മുതൽ കാൽവറി ക്രൂശ് വരെ ഭൂമിയിൽ നമ്മോട് സമ്പൂർണമായി ഐഡന്റിഫൈ ചെയ്ത് നമ്മുടെ ഇടയിൽ പാർത്തപ്പോൾ പിതാവ് സമ്പൂർണമായും പുത്രൻ സമ്പൂർണമായും പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുവാനായി തന്നെ ഏൽപ്പിച്ചു കൊടുത്തു. ഇനിയും ആ റിലേഷൻഷിപ്പ് ഭൂമി വന്നപ്പം തുടങ്ങിയതല്ല, അതിനു മുൻപേ തുടങ്ങിയതാ. കാരണം ദൈവമേ, അങ്ങയുടെ ഇഷ്ടം ചെയ്യുവാൻ ഇതാ ഞാൻ വരുന്നു, അവിടുത്തെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു. അത് സങ്കീർത്തനത്തിൽ പ്രവചനികമായി പറഞ്ഞിരിക്കുന്നതാണ്. അതാണ് എബ്രായ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത്. നിത്യതയിലും പിതാവുമായിട്ടുള്ള പുത്രന്റെ ബന്ധം എങ്ങനെയായിരുന്നു? എ റിലേഷൻഷിപ്പ് ഓഫ് സബ്മിഷൻ ടു ദ ഫാദർ. ദൈവത്തോട് കൂടെ ഇരുന്ന ദൈവമാകുന്ന ത്രിയേക ദൈവത്തിൽ രണ്ടാമത്തെ ആളത്വം എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ പറയുവാൻ കഴിയുന്ന പുത്രൻ നിത്യതയിലും പിതാവിനോടുള്ള ബന്ധത്തിൽ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ പ്രിയപ്പെടുന്നവനായിരുന്നു. ഭൂമി വന്നപ്പോഴും പുത്രൻ എന്ത് ചെയ്യാനാണ് ഇഷ്ടപ്പെട്ടത്? പിതാവിൻ്റെ ഇഷ്ടം ചെയ്യാനാ. അപ്പോൾ ഭൂമിയിൽ മനുഷ്യൻ എന്ന നിലയിൽ പിതാവുമായിട്ടുള്ള ബന്ധത്തിൽ കർത്താവ് പറയുകയാ, പുത്രൻ പോലും അറിയുന്നില്ലെന്ന് പറഞ്ഞാൽ പുത്രൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഇതാണ്: പിതാവിൻ്റെ ഇഷ്ടത്തിന് ഞാൻ എന്നെ തന്നെ സമ്പൂർണമായി സമർപ്പിച്ചിരിക്കുന്നത് കൊണ്ട് ഞാൻ മനുഷ്യൻ എന്ന നിലയിൽ പിതാവ് ഈ പീസ് ഓഫ് ഇൻഫർമേഷൻ, ഈ അറിവ് എന്നെ ഭരമേൽപ്പിച്ചിട്ടില്ല. പിതാവ് എന്തോ പറയുന്നോ, എന്ത് ചെയ്യാനായിട്ട് എന്നോട് ആവശ്യപ്പെടുന്നോ അതുമാത്രമേ എനിക്ക് പറയാൻ കഴിയുകയുള്ളൂ. പിതാവ് പുത്രന് സമ്പൂർണമായും കീഴ്പ്പെട്ടിരുന്നത് കൊണ്ടാണ് തൻ്റെ വരവിൻ്റെ ദിവസത്തെക്കുറിച്ച് തനിക്ക് അറിയുകയില്ല എന്ന് പറഞ്ഞത്. അല്ലാതെ അവിടുന്ന് ദൈവമല്ലാതിരുന്നത് കൊണ്ടല്ല. അതല്പമെങ്കിലും വ്യക്തമായെന്നാണ് എൻ്റെ ചിന്ത. അത് അനേക വേദഭാഗങ്ങൾ അതിനോടുള്ള ബന്ധത്തിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അപ്പോൾ ഭൂമിയിലേക്ക് വചനം ജഡമായി തീർന്നപ്പോൾ പുത്രൻ പിതാവിൻ്റെ ഇഷ്ടം മാത്രം ചെയ്യുവാനായി അവിടുന്ന് പ്രിയപ്പെട്ടു. 2, അവിടുന്ന് നമ്മുടെ ഇടയിൽ പാർത്തു. ഇംഗ്ലീഷിൽ ചില ട്രാൻസ്ലേഷനിൽ ഹി പിച്ച്ഡ് ഹിസ് ടാബർനാക്കിൾ എമംഗ് അസ് എന്നാ പറയുന്നത്. ഇത് പഴയ നിയമത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഞാൻ അവരുടെ ഇടയിൽ നടുവിലുണ്ട് എന്ന് ഇസ്രായേൽ മക്കളോട് പറഞ്ഞത്. യഹോവയുടെ സാന്നിധ്യം, ഷെക്കൈന, ആ തേജസ് എല്ലായ്പ്പോഴും അവർ കാണുന്ന ആ കൂടാരം, അത് കാണുമ്പം അവർക്ക് മനസ്സിലാകും ദൈവം ഞങ്ങളുടെ മധ്യത്തിൽ ഉണ്ട്. യോഹന്നാൻ ഇതേ പദപ്രയോഗമാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അതായത് നമ്മുടെ ഇടയിൽ അവിടുന്ന് എന്ത് ചെയ്തു? പാർത്തു. ഹി ടാബർനാക്കിൾഡ് എമംഗ് അസ്. ആര്? പുത്രൻ, വചനം, നിത്യനായവൻ നമ്മുടെ ഇടയിൽ വന്ന് പാർത്തു. എന്നിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു? അവിടുത്തെ തേജസ് കണ്ടു. ഏത് തേജസ്സാണ് ഞങ്ങൾ കണ്ടത്? ഞങ്ങൾ അവിടുത്തെ തേജസ്
പിതാവിൽ നിന്ന് ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു. ഞങ്ങൾ തേജസ് കണ്ടു. ആരുടെ തേജസ് കണ്ടു? പിതാവിൽ നിന്നും ഏകജാതനായവന്റെ തേജസ് ഞങ്ങൾ യേശുവിൽ കണ്ടു. പിതാവിലുള്ള ആ തേജസ്, പിതാവിലുള്ള ആ മഹത്വം ഞങ്ങൾ എന്ത് ചെയ്തു? കണ്ടു. പ്രിയപ്പെട്ടവരെ, അതെന്താ യോഹന്നാൻ അർത്ഥമാക്കുന്നത്? യോഹന്നാന്റെ സുവിശേഷത്തില് നമ്മൾ വായിക്കുന്നുണ്ട്, യേശു തൻ്റെ മഹത്വം വെളിപ്പെടുത്തിയെന്ന്. അടയാളങ്ങളുടെ ആരംഭമായിട്ട് ഒന്നാമത് കർത്താവ് ചെയ്ത അടയാളം ഏതാ? കാനാവിൽ വെള്ളം വീഞ്ഞാക്കി. എന്നിട്ട് അവിടെ എഴുതിയിരിക്കുകയാണ്, യേശു തൻ്റെ മഹത്വം അതിനാൽ വെളിപ്പെടുത്തി. പക്ഷെങ്കിൽ ആ മഹത്വം വെളിപ്പെടുത്തിയപ്പോൾ ആരാ അവനിൽ വിശ്വസിച്ചതെന്ന് എഴുതിയേക്കുന്നത്? ഈ ശിഷ്യൻ പറയുക, ഞങ്ങൾ മഹത്വം കണ്ടു. ആരുടെ മഹത്വം? പിതാവിന്റെ മഹത്വം പുത്രനിൽ ഞങ്ങൾ കണ്ടു. യേശു അവിടുത്തെ മഹത്വം വെളിപ്പെടുത്തിയപ്പോൾ നാട്ടുകാരെല്ലാം ഒന്നും വിശ്വസിച്ചില്ല. ഡോണ്ട് മിസ്റ്റേക്ക്. നമ്മൾ ഇന്ന് ചിന്തിക്കുന്നേ, ഈ വലിയ അത്ഭുതങ്ങൾ ഉണ്ടെന്നൊക്കെ പറയുന്ന ഇടത്ത് എല്ലാവരും അങ്ങ് വിശ്വസിക്കുക. നോ 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 നോ. ഏറ്റവും വലിയ അത്ഭുതം ലാസറിനെ ഉയർപ്പിച്ചതാ, അല്ലേ? വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന അങ്ങനെ ആ നിലയിലുള്ള ഏറ്റവും വലിയ അത്ഭുതം ലാസറിനെ ഉയർപ്പിച്ചതാ. എൻ്റെ ഒപ്പം വരണേ. പക്ഷെങ്കിൽ ലാസറിനെ ഉയർപ്പിച്ചപ്പം ഇവരെല്ലാം കൂടെ എന്നാ പറഞ്ഞെന്നറിയാമോ? ഇവരെല്ലാം കൂടെ പറഞ്ഞത്, നമുക്ക് അവനെ തട്ടണം. ആരെ? വിശ്വസിച്ചു? വിശ്വസിച്ചില്ല. അപ്പൊ യോഹന്നാൻ പറയുക, ഞങ്ങൾ അവിടുത്തെ മഹത്വം കണ്ടു. ഏത് മഹത്വമാണ് ഞങ്ങൾ കണ്ടത്? അപ്പൊ ശിഷ്യന്മാര് വിശ്വസിച്ചു യേശുവിന്റെ മഹത്വം കണ്ടപ്പം. അതേത് മഹത്വമാ? ആ വേദഭാഗം നമ്മളൊന്ന് ശ്രദ്ധിക്കണം. അവിടെ പറയുന്നത്, വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവന്റെ തേജസ് കണ്ടു. ഞങ്ങൾ അവിടുത്തെ തേജസ് കണ്ടത് ഏത് തേജസ്സാകണ്ടേ? ആ തേജസ്സിനെ വിശേഷിപ്പിക്കുവാൻ ഉപയോഗിച്ചിരിക്കുന്ന രണ്ട് പദങ്ങളാണ് കൃപയും സത്യവും. ഫുൾ ഓഫ് ഗ്രേസ് ആൻഡ് ട്രൂത്ത്. കൃപയും സത്യവും നിറഞ്ഞ ആ യേശുവിനെ, അവന്റെ തേജസ് ഞങ്ങൾ കണ്ടു. നമ്മൾ ആ വേദഭാഗം, പ്രത്യേകിച്ച് ആ പദപ്രയോഗം നമുക്കറിയാം. കൃപയെന്നുള്ള വാക്കിന് കർത്താവിന്റെ ദാസൻ ചെയ്സ് അത് വളരെ വ്യക്തമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു. കൃപയെന്നുള്ളത് ഒന്നിലധികം അർത്ഥങ്ങളുണ്ട്. അതിന് അൺമെറിറ്റഡ് ഫേവർ എന്നുള്ള അർത്ഥമുണ്ട്. എന്നാൽ ഇവിടെ കൃപയെന്നുള്ള വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് ആ അർത്ഥത്തിലല്ല. കൃപയും സത്യവും നിറഞ്ഞ യേശുവിന്റെ തേജസ് ഞങ്ങൾ കണ്ടു. ഇത് പഴയ നിയമത്തിലെ ഒരു പ്രത്യേക സംഭവത്തിലേക്കാണ് യോഹന്നാൻ സത്യത്തിൽ വിരൽ ചൂണ്ടുന്നത്. ഇതേ പദപ്രയോഗം ഉപയോഗിച്ചിരിക്കുന്ന ഒരു വേദഭാഗമുണ്ട്. പുറപ്പാട് പുസ്തകം 33 അധ്യായം അതിൻ്റെ 22 വാക്യം. ദൈവത്തിൻ്റെ നോക്കിയ ദൈവം അവിടെ മോശ പറയുക, കർത്താവേ, അവിടുത്തെ തേജസ് എന്നെ ഒന്ന് കാണിക്കണം. അതാ മോശയുടെ റിക്വസ്റ്റ്.
അപ്പൊ ദൈവം അവനോട് മറുപടി പറയുകയാണ്, എൻ്റെ തേജസ് കടന്നു പോകുമ്പോൾ ആ ആ ആ നോക്കുക. അപ്പൊ ഇതേ കാര്യമാണ് ഇവിടെ നമ്മൾ വായിക്കുന്നത്. നമ്മൾ കണ്ടു, വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. മോശെ ആവശ്യപ്പെടുകയാ, അങ്ങയുടെ തേജസ് എന്നെ കാണിക്കണമേ. ഇനിയും ആ തേജസ്സിന്റെ സവിശേഷത എന്താ? ആ മഹത്വത്തിന്റെ സവിശേഷത എന്താ? പുറപ്പാട് 33:19 ഒന്ന് വായിച്ചോളൂ. ആ യെസ് ആ ആ നോക്കുക, കൃപ ചെയ്യുവാൻ എനിക്ക് മനസ്സുള്ളവനോട്. നോക്കുക, എൻ്റെ മഹിമയൊക്കെയും നിന്റെ മുൻപാകെ കടക്കുമാറാക്കി യഹോവയുടെ നാമത്തെ നിന്റെ മുൻപാകെ ഘോഷിക്കും. എന്നിട്ട് പറയുക, കൃപ ചെയ്യുവാൻ എനിക്ക് മനസ്സുള്ളവനോട് ഞാൻ കൃപ ചെയ്യും. കൃപ, കരുണ കാണിപ്പാൻ എനിക്ക് മനസ്സുള്ളവനോട്. മോശെ എന്താ ചോദിച്ചത്? അങ്ങയുടെ തേജസ് കാണിക്കണം. ദൈവം പറയുന്ന മറുപടി എന്താ? ഞാൻ തേജസ് കാണിക്കാം. കൃപ കാണിപ്പാൻ എനിക്ക് കൃപയുള്ളവനോട് ഞാൻ കൃപ ചെയ്യും. കരുണ കാണിപ്പാൻ എനിക്ക് മനസ്സുള്ളവനോട് ഞാൻ എന്ത് ചെയ്യും? കരുണ കാണിക്കും. എന്നിട്ട് അതിന് 34-ാമത്തെ അധ്യായത്തിലേക്കൊന്ന് വന്നേ. പുറപ്പാട് 34-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യം ഒന്ന് വായിക്കാമോ? 5 മുതൽ. ആ യെസ്, നോക്കുക, ഇവിടെ മോശയ്ക്ക് മോശ ആവശ്യപ്പെട്ടത് തേജസ് ഒന്ന് കാണിക്കണം. ദൈവം പറഞ്ഞു, ഞാൻ എൻ്റെ മഹത്വം നിന്റെ മുമ്പാകെ വെളിപ്പെടുത്താൻ പോകുക. നിന്നെ ഒരു പാറയുടെ പിളർപ്പിൽ ഞാൻ മറയ്ക്കും. എന്നിട്ട് പറയുക, എനിക്ക് കൃപ കാണിപ്പാൻ മനസ്സുള്ളവനോട് കൃപ കാണിക്കും. ദയ തോന്നുന്നവനോട് ഞാൻ എന്ത് ചെയ്യും? ദയ കാണിക്കും. എൻ്റെ ദയയും കൃപയും എൻ്റെ മനസ്സിനൊത്തവണ്ണം എനിക്കിഷ്ടമുള്ളവന് ഞാൻ കൊടുക്കും എന്ന് പറഞ്ഞിട്ട് 34:5 വരുമ്പോൾ, അപ്പോൾ യഹോവ മേഘത്തിൽ ഇറങ്ങി അവിടെ അവൻ്റെ അടുക്കൽ നിന്നു യഹോവയുടെ നാമത്തെ ഘോഷിച്ചു. യഹോവ അവൻ്റെ മുമ്പാകെ കടന്നു ഘോഷിച്ചത് എന്തെന്നാൽ, യഹോവയായ ദൈവം കരുണയും കൃപയുമുള്ളവൻ, ദീർഘക്ഷമയും മഹാദയും വിശ്വസ്തതയുമുള്ളവൻ. യോഹന്നാൻ പറഞ്ഞ വാക്ക് ശ്രദ്ധിക്കണം. ഞങ്ങൾ അവൻ്റെ തേജസ് കണ്ടു. അവൻ കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. യഹോവ മോശയോട് പറയുകയാണ്, കൃപയും വിശ്വസ്തതയുമുള്ള ദൈവമാ ഞാൻ എന്നുള്ളതാണ് എൻ്റെ മഹത്വം. ആ മഹത്വം കാണിപ്പാൻ എനിക്ക് കൃപ തോന്നുന്നവനോട് ഞാൻ കൃപ ചെയ്യും. മനസ്സിലാകുന്നുണ്ടോ? യോഹന്നാൻ പറയുകയാണ്, ഞങ്ങൾ അവൻ്റെ തേജസ് കണ്ടു, ഞങ്ങൾ അവൻ്റെ മഹത്വം കണ്ടു. കൃപയും സത്യവും എന്ന മഹത്വം. പ്രിയപ്പെട്ടവരെ, ഈ കൃപയും സത്യവും വെളിപ്പെട്ടത് അനേക സന്ദർഭങ്ങളിൽ വെളിപ്പെട്ടു. കർത്താവിൻ്റെ മഹത്വം വെളിപ്പെട്ടെങ്കിലും ശിഷ്യന്മാർ മാത്രമേ എന്ത് ചെയ്തുള്ളൂ? വിശ്വസിച്ചുള്ളൂ. നാട്ടുകാരൊന്നും വിശ്വസിച്ചില്ല. ഞങ്ങൾക്ക് അത് കാണാൻ ദൈവം കൃപയുള്ളവനാണെന്നും വിശ്വസ്തതയുള്ളവനാണെന്നും മനസ്സിലാക്കുവാൻ, ആ മഹത്വം ദർശിക്കുവാൻ ഞങ്ങൾക്കിടയായി. അതാ യോഹന്നാൻ പറയുന്നത്. ഇനിയും ഈ മഹത്വം ഏറ്റവും അധികം വെളിപ്പെട്ടത് എവിടാന്നറിയാമോ? ഈ കൃപയും സത്യവും ഏറ്റവും അധികം
അതിൻ്റെ ഏറ്റവും സെനിത്തിൽ ആയിരിക്കുന്നത് ക്രൂശില. ഒരു വേദഭാഗം കൂടെ ചൂണ്ടിക്കാണിച്ച് ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കാം. യോഹന്നാന്റെ സുവിശേഷം 12-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 27-ഉം 28-ഉം വാക്യങ്ങളൊന്ന് വായിക്കണം. യെസ്, നോക്കണം. യേശു കർത്താവ് പിതാവിനോട് പറയുകയാണ്, പിതാവേ, കർത്താവിൻ്റെ ഒരു പ്രാർത്ഥനയാണ്, പിതാവേ, ഞാൻ എന്താ പറയേണ്ടത്? ഇപ്പം എൻ്റെ ഉള്ളം കലങ്ങിയിരിക്കുക. കാരണം കർത്താവിന് വളരെ വ്യക്തമായിട്ടറിയായിരുന്നു എന്താണ് സംഭവിപ്പാൻ പോകുന്നത്. കാരണം മുകളിൽ പറഞ്ഞിട്ടുണ്ട്, കോതമ്പുമണി നിലത്ത് വീണ് ചാകുന്നില്ലെങ്കിൽ അത് തനിയെ ഇരിക്കും, നിലത്ത് വീണ് ചത്താലോ. അതിനു മുൻപ് ഒരു സംഭവം കാണുന്നുണ്ട്. പെരുന്നാളിൽ നമസ്കരിപ്പാൻ ചില യൗവനന്മാർ വന്നു. എന്നിട്ട് അവരെ ആവശ്യപ്പെട്ട്, ഞങ്ങൾക്ക് യേശുവിനെ കാണണം. യേശുവിനെ കാണാൻ വേണ്ടി വരിക. ആ സന്ദർഭത്തിൽ കർത്താവ് പറയുന്നത്, മനുഷ്യപുത്രൻ ഉയർത്തപ്പെട്ടാൽ അവൻ എല്ലാവരെയും ആകർഷിക്കും എന്ന് പറഞ്ഞിട്ട് പറയുക, ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകാതിരുന്നാൽ അത് തനിയെ ഇരിക്കും, നിലത്ത് വീണ് ചാകുന്നുവെങ്കിലോ വളരെ ഫലം കായ്ക്കും. എന്നിട്ട് താഴോട്ട് പറയുകയാണ്, 27-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഒരു പ്രാർത്ഥനയാ. എൻ്റെ ഉള്ളം കലങ്ങിയിരിക്കുന്നു, ഞാൻ എന്തു പറയേണ്ടു, ഞാൻ എന്താ പ്രാർത്ഥിക്കേണ്ടത്? ഒന്ന്, പിതാവേ, ഈ നാഴികയിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. കർത്താവിന് വേണമെങ്കിൽ അത് പറയാമായിരുന്നു. കാരണം മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നു, പത്രോസ് തൻ്റെ വാളെടുത്ത് കർത്താവിന് വേണ്ടി പൊരുതാനായിട്ട് തുടങ്ങുമ്പം യേശു കർത്താവ് പറയുന്നൊരു വാക്കുണ്ട്, വാള് ഉറയിലിടുക. എനിക്ക് എൻ്റെ പിതാവിനോട് ചോദിക്കത്തില്ലായിരുന്നു എന്ത്? ഈ നാഴികയിൽ നിന്ന് എന്നെ രക്ഷിപ്പാൻ. അങ്ങനെ ഞാൻ ചോദിച്ചാൽ എന്തോ കിട്ടിയേനെ? 12 ലഗ്യോനിലും, ലഗ്യോൻ ലീജിയൻ എന്ന് പറഞ്ഞാൽ 6000 തൊട്ട് 12000 വരെയുള്ള ഒരു ഗ്രൂപ്പിനെയാണ് ലീജിയൻ എന്ന് പറയുന്നത്. റോമൻ പട്ടാളത്തിൻ്റെ ഒരു ഗ്രൂപ്പിനെയാണ് പറയുന്നത് ലഗ്യോൻ. നമ്മൾ പലപ്പോഴും ചിന്തിച്ചേക്കുന്നത് അവന് ലഗ്യോൻ ബാധിച്ചേക്കുക എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു ഭൂതത്തിൻ്റെ പേരാണ്. ഭൂതത്തിൻ്റെ പേരല്ലത്. ലഗ്യോൻ എന്ന് പറഞ്ഞാൽ 6000 തൊട്ട് 12000 വരെയുള്ള ഒരു റോമൻ പട്ടാളത്തിൻ്റെ ഒരു കൂട്ടത്തിന് പറയുന്ന പേരാണ് ലഗ്യോൻ, ലീജിയൻ. യേശു പറയുക, ഞാനിപ്പോൾ ചോദിച്ചായിരുന്നെങ്കിൽ എത്ര ലഗ്യോൻ ദൂതന്മാരെ തന്നേനെ? 12 × 12000 ഒന്ന് കൂട്ടി, 144,000 ദൂതന്മാരെ ഇപ്പൊ തന്നെ എൻ്റെ ഡിസ്പോസലിൽ പിതാവ് തന്നേനെ. ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ ആയിരുന്നു എന്തോ മഹത്വമായിരുന്നേനെ ഇല്ലേ? മനസ്സിലൊന്ന് ചിന്തിക്കണം. കർത്താവിനെ പിടിക്കാനായിട്ട് പടയാളികൾ വരുന്നു, അവരെല്ലാം ഇങ്ങനെ വരികയാണ്. ഒന്ന് സങ്കല്പിച്ചേ. അപ്പോൾ കർത്താവ് പറയുന്നു, പിതാവേ, ദൂതന്മാരെ ഇങ്ങോട്ട് അയക്കണമേ എന്ന് പറയുമ്പോൾ ദൂതന്മാരെല്ലാം കൂടി ഇങ്ങോട്ട് വരുന്നു. അവരുടെ പ്രഭ കാണുമ്പോൾ തന്നെ ഇവരെല്ലാം എന്ത് ചെയ്യും? ഓടി ഒളിക്കും. കാരണം ഒരൊറ്റ ദൂതൻ എത്ര എണ്ണത്തിനെയാ തട്ടിയെന്നറിയാമോ? പണ്ട് 1,00,000 അല്ലല്ല, യെഹസ്കിയാലിൻ്റെ കാലത്ത് അശൂർ 1,85,000. എൻ്റെ ഓർമ്മ ശരിയെങ്കിൽ, അത് നമ്പർ എന്തോ ആകട്ടെ, തെറ്റിയെങ്കിൽ നിങ്ങളത് കറക്റ്റ് ചെയ്തോ. അങ്ങനെയെങ്കിൽ എന്നോ മഹത്വമായിരുന്നേനെ അല്ലേ? ഒന്ന് സങ്കല്പിച്ചേ. ഇന്നത്തെ നമ്മുടെ മഹത്വം വെച്ച് അതൊന്ന് നോക്കിക്കേ. യെരുശലേമിൽ നിന്ന് പത്രങ്ങൾ ഇറങ്ങുന്നുണ്ടായിരുന്നെന്നുണ്ടെന്നൊന്ന് ചിന്തിച്ചേ.
അടുത്ത ദിവസത്തെ ജെറുസലേം ടൈംസിന്റെ ഹെഡിങ് എന്തായിരിക്കും? ഗലീലയിൽ നിന്ന് വന്ന 12 ശിഷ്യന്മാരെയും കൊണ്ട് നസ്രയനാകുന്ന യേശു എന്ന ഒരുവൻ ഒലിവ് തോട്ടത്തിൽ പ്രാർത്ഥിക്കാൻ നിന്നപ്പം ടെമ്പിൾ പോലീസ്, ഈ മഹാപുരോഹിതന്മാരുടെ സേവകന്മാരെല്ലാം കൂടെ ചെന്നു പിടിക്കാൻ നോക്കി. ദൂതന്മാരൊക്കെ. എന്നെ മഹത്വമായില്ലേ? നമ്മൾ ചിന്തിക്കുന്നത് അതാ മഹത്വം എന്നാ. ഇന്നും നമ്മൾ ചിന്തിക്കുന്ന അതൊക്കെയാ മഹത്വം. അതുകൊണ്ടാണ് നമുക്ക് ആ തലതിരിഞ്ഞ പാട്ട് തല ഉയർത്തുമെന്ന് പറയുന്നത്. നമ്മുടെ ചിന്ത ഇതൊക്കെയാ. പ്രിയപ്പെട്ടവരെ, യേശുവിടെ പറയുന്ന വാക്ക് ശ്രദ്ധിക്കണം. പിതാവേ, ഈ നാഴികയിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. അതാണോ എനിക്ക് പ്രാർത്ഥിക്കേണ്ടത്? അല്ല 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 ഞാൻ വന്നേക്കുന്നത് ഈ നാഴിക. എന്നിട്ട് അടുത്തത് 12:28 യോഹന്നാൻ 12:28. നോക്കുക, കർത്താവ് തന്നെ പറയുക, മനുഷ്യൻ എന്ന നിലയിൽ പറയുക, പിതാവേ ഈ നാഴിയിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. എന്നിട്ട് പറയാ, നോ, എന്നെ ഞാൻ ഈ ഇതിന് വേണ്ടിയിട്ടാണ്. പക്ഷെ അടുത്ത പ്രാർത്ഥന എന്താ? പിതാവേ നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. അടുത്തത് ഉടനെ ഒരു ശബ്ദം കേട്ടു, ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും മഹത്വപ്പെടുത്തും. അതിന്റെ കാരണം എന്നാണെന്നറിയാമോ? ഞങ്ങൾ ആ മഹത്വം കണ്ടു. ഏത് മഹത്വമാ? ഫുൾ ഓഫ് ഗ്രേസ് ആൻഡ് ട്രൂത്ത്. കർത്താവ് പറഞ്ഞു, പിതാവേ അവിടുത്തെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. പിതാവ് പറഞ്ഞു, ഇനിയും മഹത്വപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും മഹത്വപ്പെടുത്താൻ പോകാം. എന്താണ് ആ മഹത്വം? കാൽവറി ക്രൂശ്. എന്തുകൊണ്ടാണ് അത് മഹത്വമായിരിക്കുന്നത്? അതിൻ്റെ കാരണം ജാതികളാകുന്ന നമുക്ക് കല്ലറയ്ക്കപ്പുറം ഒരു പ്രതീക്ഷ ഇന്നുള്ളതിൻ്റെ കാരണം എന്നാണെന്നറിയാമോ? യേശു കാൽവറി ക്രൂശിൽ മഹത്വപ്പെട്ടതുകൊണ്ടാണ്. യോഹന്നാൻ അതാ പറയുന്നത്, വി ബിഹെൽഡ് ഹിസ് ഗ്ലോറി. ഞങ്ങൾ അവൻ്റെ മഹത്വം കണ്ടു. എന്താ മഹത്വം? ഫുൾ ഓഫ് ഗ്രേസ് ആൻഡ് ട്രൂത്ത്. പക്ഷെ ലോകം അത് കണ്ടില്ല. കാനാവിൽ ഒത്തിരി പേരുണ്ടായിരുന്നു. ആ ഒത്തിരി പേരൊന്നും ആ മഹത്വം കണ്ടില്ല. ശിഷ്യന്മാര് കണ്ടു, അത് വിശ്വസിച്ചു. യേശുവിൻ്റെ ഈ മഹത്വം കണ്ട് യേശുവിൽ വിശ്വസിച്ചാണോ വന്നിരിക്കുന്നത്? അതോ അപ്പം നുറുക്കി കൊടുത്തതിൻ്റെ മഹത്വം കണ്ടിട്ടാണോ? വെള്ളം വീഞ്ഞാക്കിയതിൻ്റെ ആ സെൻസേഷൻ കണ്ടിട്ട് ഇതിൻ്റെ കൂടെ കൂടിയതാണോ? യോഹന്നാൻ പറയുക, ഞങ്ങളൊരു മഹത്വം കണ്ടു. പിതാവിൻ്റെ തിരുഹൃദയത്തിലുള്ള ആ കൃപയുടെയും സത്യത്തിൻ്റെയും മഹത്വം. എനിക്ക് കൃപ തോന്നണമെന്നുള്ളവനോട് എനിക്ക് കൃപ തോന്നും, എനിക്ക് കരുണ കാണിക്കണമെന്നുള്ളവനോട് ഞാൻ കരുണ കാണിക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതാ ദൈവത്തിൻ്റെ മഹത്വം. ഇത് നമ്മുടെ ജീവിതത്തിൽ അനുഭവിപ്പാൻ നമ്മളായിരുന്ന സാഹചര്യങ്ങളിൽ ദൈവം നമുക്ക് തന്ന ആ അനുഭവം എത്ര ഭാഗ്യകരമാണ്. ഹല്ലേലൂയ. ദൈവം നമ്മോട് കൃപ തോന്നിയതുകൊണ്ട്, കരുണ കാണിച്ചതുകൊണ്ട്, യേശുവിൽ വിശ്വസിക്കുവാൻ, അവിടുത്തെ മഹത്വം വലുതാണെന്ന് തിരിച്ചറിയുവാൻ നമുക്ക് ഭാഗ്യം കിട്ടിയത്. ഞങ്ങൾ അവൻ്റെ മഹത്വം കണ്ടു. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. സഹോദരന്മാരിലൊരാൾക്ക് ദയവായി പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം.